നമസ്കാരം. ഇപ്പോഴത്തെ അവസ്ഥയിൽ മാർക്കറ്റിലെ ലംസ എമൗണ്ട് നിക്ഷേപിക്കാമോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാർക്കറ്റിന്റെ ട്രെൻഡ് ഇനി എങ്ങോട്ടാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള രണ്ട് ചോദ്യത്തിന് ഉത്തരമാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. കൃത്യമായി പറഞ്ഞാൽ മാർക്കറ്റിന്റെ ഒരു മൊമെന്റം ശരിക്കും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഏതാണ്ട് ഒരു 100-150 കിലോമീറ്റർ സ്പീഡിൽ വന്ന വണ്ടി ഒരു പെട്ടെന്ന് ഒരു 50 കിലോമീറ്റർ സ്പീഡിലേക്കായ അവസ്ഥയിലാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത്. പ്രധാനമായിട്ടും മാർക്കറ്റിന്റെ ട്രെൻഡിനെ സ്വാധീനിച്ച ഘടകം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. BJP ഇലക്ഷന് മജോറിറ്റി സീറ്റ് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാന കാരണം. ഇതിനു മുമ്പ് അവരുടെ സർക്കാരിൽ എല്ലാ തീരുമാനങ്ങളും എടുക്കാനും വളരെ പെട്ടെന്ന് നടപ്പാക്കാനും അവർക്ക് ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് കഴിയുന്നു. ഇനിയുള്ള അവസ്ഥയിൽ ഒരു തീരുമാനം എടുക്കുകയും നടപ്പാക്കുകയും ചെയ്യണമെങ്കിൽ മറ്റ് ഘടകകക്ഷികളുടെ സഹകരണം ആവശ്യമാണ്. അപ്പോൾ അതിനനുസരിച്ച് വൈകുന്നത് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല കാര്യമല്ല. അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് മാർക്കറ്റ് ഒരു റേഞ്ച് ബൗണ്ടിൽ തന്നെ നിൽക്കാനാണ് നല്ലത്. കഴിഞ്ഞ നാളുകളിൽ നമ്മൾ ഏത് സ്റ്റോക്ക് മേടിച്ചാലും 1-2 ആഴ്ച കഴിഞ്ഞാൽ നമുക്കത് വിൽക്കാൻ സാധിക്കുമായിരുന്നു. ഇനി അങ്ങോട്ട് അങ്ങനെ സംഭവിക്കണമെന്നില്ല. മാർക്കറ്റ് പല തീരുമാനങ്ങൾക്കും അനുസരിച്ച് സ്വിംഗ് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. രണ്ടാമത്, മാർക്കറ്റിന്റെ ഇപ്പോഴുണ്ടായ പോളിസി സർക്കാരിന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ആശങ്കയുണ്ട്. ഇപ്പം നമുക്കറിയാം, ഡിഫൻസ് തൊട്ട് പല മേഖലകളിലും സർക്കാർ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുകയും അത്തരം മേഖലകളിൽ മാർക്കറ്റ് നന്നായിട്ട് പെർഫോം ചെയ്യുകയും ചെയ്തിരുന്നു. ഇനി അത്തരത്തിൽ വരുമ്പോൾ അത് എത്രത്തോളം കൃത്യമായി എങ്ങനെ നടപ്പാക്കാൻ കഴിയും എന്നുള്ളൊരു കാര്യത്തിൽ ഒരു ആശങ്കയും മാർക്കറ്റുണ്ട്. അതേ തുടർന്നാണ് വളരെ സെൻസിറ്റീവായ പല സെക്ടറുകളും കയറുകയും ഇപ്പോൾ താഴേക്ക് വന്നതും. ഇനി കൂടാതെ BJP സർക്കാർ തന്നെ വരുമെന്നുള്ള ഒരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് പല സ്റ്റോക്കുകളും തിരിച്ച് 10-15% തിരിച്ച് കയറിയിട്ടുണ്ട്. എങ്കിലും ഈ ആശങ്ക നിലനിൽക്കുന്നു. ഇനി മറ്റൊരു ഘടകം ഇപ്പോഴുള്ള സർക്കാരിന്റെ ഒരു 100-day ആക്ഷൻ പ്ലാനാണ്. ആ ആക്ഷൻ പ്ലാനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് എന്നുള്ളതും മാർക്കറ്റിനെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോഴുള്ള ഘടകകക്ഷികൾ പലപ്പോഴും ഒരു കോമൺ മിനിമം പ്രോഗ്രാം വേണമെന്ന് പറയുന്നുണ്ട്. ഇത്തരത്തിലൊരു കോമൺ മിനിമം പ്രോഗ്രാം നടപ്പാക്കിയാൽ പല പ്രഖ്യാപിത ലക്ഷ്യങ്ങളും നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു ഭയവും മാർക്കറ്റിലുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കോമൺ മിനിമം പ്രോഗ്രാമും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന ജൂലൈ മാസത്തിൽ വരാൻ പോകുന്ന ബഡ്ജറ്റും അതിനെ തുടർന്നുള്ള അനൗൺസ്മെന്റും വളരെ നിർണായകമാണ്. ബഡ്ജറ്റിൽ എന്തെല്ലാം ആനുകൂല്യങ്ങൾ ഉണ്ടെന്ന് പറയുന്നു, അത് എന്തൊക്കെ രീതിയിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നോ അതൊക്കെ മാർക്കറ്റിനെ ബാധിക്കാം. സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ഒരു നല്ലൊരു എക്കണോമിക്ക് നല്ല രീതിയിൽ പ്രയോജനം ചെയ്യുന്ന ഒരു ബഡ്ജറ്റ് വരാനായിരുന്നു നേരത്തെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. BJP സർക്കാരിന് ഭൂരിപക്ഷം കിട്ടിയിരുന്നെങ്കിൽ. പക്ഷേ ഇനിയിപ്പോൾ ഘടകകക്ഷികളുടെ സഹകരണം വേണ്ടി വരുന്നതുകൊണ്ട് പല ക്ഷേമ പ്രവർത്തനങ്ങൾക്കും മുൻതൂക്കം കൊടുക്കേണ്ടത് മാർക്കറ്റ് ഒരുപക്ഷെ ഫേവറബിൾ ആവണമെന്നില്ല. അപ്പോൾ ഇത്തരം ഘടകങ്ങൾ മാർക്കറ്റിനെ നല്ല രീതിയിൽ സ്വാധീനിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ എക്സിറ്റ് പോളിനെ തുടർന്ന് വന്നതും അതുപോലെ മാർക്കറ്റ് റിസൾട്ട് വന്നതുമായ ആ നല്ല രീതിയിലുള്ള ഒരു മൂവ്മെന്റ് ഒരു BJP ഉള്ള ഒരു സ്റ്റോക്ക് മാർക്കറ്റ് സ്കാം ആണെന്ന് രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഉന്നയിച്ചതിന് എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ അത് മാർക്കറ്റ് മോശമായി ബാധിക്കുന്നതാണ്. അതായത് ഇപ്പോൾ എല്ലാവിധ പോസിറ്റീവ് ന്യൂസുകൾക്കും ഒപ്പം തന്നെ നെഗറ്റീവ് ന്യൂസുകളുണ്ട്. അതായത് മാർക്കറ്റ് നല്ല രീതിയിൽ ഒരു സ്വിംഗ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. വരുന്ന 1-2 മാസം വളരെ നിർണായകമാണ്. അതായത് ബഡ്ജറ്റ് കഴിയുന്നിടം വരെയെങ്കിലും മാർക്കറ്റ് നിർണായകമാണ്. അപ്പോഴാണ് നമുക്ക് മറ്റൊരു ചോദ്യം, ഒരു 1 ലക്ഷമോ 2 ലക്ഷമോ 3 ലക്ഷമോ ഒക്കെ എമൗണ്ട് ഉള്ള ഒരാൾക്ക് ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷനിൽ നിക്ഷേപിക്കാൻ പറ്റുമോ എന്നുള്ളത്. ഒരു മാർക്കറ്റിൽ ഇപ്പോൾ നിക്ഷേപിക്കുകയാണെങ്കിൽ ഏതാണ്ട് ഒരു 3 സ്റ്റേജായിട്ട് നിക്ഷേപിക്കുന്നതാണ് നല്ലത്. ഒരു 30% വീതം ഇപ്പോൾ മേടിക്കാം. അത് കഴിഞ്ഞ് മാർക്കറ്റ് കണ്ടീഷൻ നോക്കി അടുത്ത 30%, ബഡ്ജറ്റോടനുബന്ധിച്ച് ബാക്കിയുള്ള 40%. അങ്ങനെ ഒരു 3 സ്റ്റേജായിട്ട് നിക്ഷേപിക്കുന്നതാണ് നല്ലത്. നല്ലൊരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാൻ ഈ വോളറ്റാലിറ്റി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം എക്കണോമിക് അല്ല അത്തരത്തിലുള്ള ഫണ്ടമെന്റൽസിനൊന്നും ഒരു ചേഞ്ച് സംഭവിച്ചില്ല. പക്ഷേ പൊളിറ്റിക്കലായുള്ള ഈ അസ്ഥിരത മാർക്കറ്റിനെ നന്നായി ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇനി ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിനു മുമ്പ് നല്ല രീതിയിൽ കയറിയ സ്റ്റോക്കുകൾ അഥവാ പൊളിറ്റിക്കലായി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സ്റ്റോക്കുകളുടെ ക്വാണ്ടിറ്റി റെഡ്യൂസ് ചെയ്യുക, അതിൻ്റെ ഒരു പൊസിഷൻ സൈസ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റു ചില സ്റ്റോക്കുകൾ, അതായത് FMCG, ഫാർമ, ഹെൽത്ത് കെയർ, IT റിലേറ്റഡ്, അതുപോലെ ഓട്ടോ, അഗ്രികൾച്ചർ, ക്യാപിറ്റൽ ഗുഡ്സ്, ഇത്തരത്തിലുള്ള കമ്പനികൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകി നമ്മൾ പോർട്ട്ഫോളിയോ ഒന്ന് ബാലൻസ് ചെയ്യേണ്ടതാണ്. ഇനി അതുകൂടാതെ ആന്ധ്ര ബേസ്ഡ് ആയിട്ടുള്ള ചില കമ്പനികൾ നല്ല രീതിയിൽ കയറിപ്പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഹെറിറ്റേജ് ഫുഡ്, അവന്തി ഫീഡ്സ്, ആന്ധ്ര പേപ്പർ, അമർരാജ, ഡോക്ടർ റെഡ്ഡി തുടങ്ങിയ കമ്പനികൾ. ഇത്തരം കമ്പനികളുടെ ഫണ്ടമെന്റൽസും ടെക്നിക്കൽസും നോക്കി നിങ്ങളുടെ ഒരു സെബി രജിസ്റ്റേർഡ് അഡ്വൈസറോട് ചോദിച്ചതിന് ശേഷം മാത്രം നിക്ഷേപിക്കുക. താങ്ക് യു.